രാജു, നടന്നതൊക്കെ മറക്കാൻ ഋതികയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. വിവാഹം കഴിഞ്ഞുവെന്ന് ഒരു പ്രത്യേക സാഹചര്യത്തില് ഋതിക നുണ പറഞ്ഞതാണെങ്കിലും പിന്നീട് ഭാര്യ ഭർത്താക്കന്മാരായിട്ടല്ല നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചതെങ്കിലും ഋതികയുടെ വീട്ടിൽ വെച്ച് അബദ്ധത്തില് രാജുവിന്റെ കയ്യിൽ നിന്നും താലിമാല ഋതികയുടെ കഴുത്തില് വീണു. രാജുവിനെ ഋതിക ഒരുപാട് പ്രണയിച്ചിരുന്നു. ഇപ്പോഴും രാജു ഒന്ന് ഋതികയുടെ അച്ഛനോട് സംസാരിച്ചാൽ, ഋതികയെ വിവാഹം കഴിക്കണമെന്ന് താല്പര്യപ്പെട്ടാൽ അദ്ദേഹം അത് നടത്തിത്തരും. അത് രാജുവിനെ അറിയാവുന്നതേ. മാഡം, വർമ്മ സാർ എന്റെ ആരാണെന്ന് ചോദിച്ചാ എനിക്കതിനൊരു ഉത്തരവില്ല. മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും ദൈവത്തിനും മുകളില് എനിക്ക് വർമ്മ സാറ്. അങ്ങനെയുള്ള വർമ്മ സാറിന്റെ മകൾ ഋതിക മാഡത്തെ പ്രേമിക്കാനോ വിവാഹം കഴിക്കാനോ എനിക്ക് ഒരിക്കലും കഴിയില്ല. അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോ തന്നെ എനിക്കെന്റെ തല പെരുക്ക. ഋതിക മാഡം എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് എനിക്കിപ്പോ ഉണ്ടായിരുന്ന ദിവസങ്ങള്, ആ ദിവസങ്ങളില് ഞാൻ അനുഭവിച്ച ടെൻഷൻ, അതൊന്നും പറഞ്ഞ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. തീരുമാനങ്ങൾ എടുക്കാൻ പക്വതയില്ലാത്ത ഋതിക മാഡം പറയുന്ന കേട്ട് എന്റെ മനസ്സ് മാറ്റാൻ ശ്രമിക്കാതെ ഋതിക മാഡത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത്. മാഡത്തിന് എന്നോട് വിരോധമൊന്നും തോന്നരുത്. ഇനിയിപ്പോ തോന്നിയാലും സാരമില്ല. ഈ കാര്യം സംസാരിക്കാൻ ഇനിയും ദയവ് ചെയ്ത് നിങ്ങൾ രണ്ടാളും ബുദ്ധിമുട്ടരുത്. ഋതിക മാഡത്തിന് വീട്ടിലേക്ക് പോകാൻ ടാക്സി എന്തെല്ലാം അറേഞ്ച് ചെയ്യണം? വേണ്ട രാജു, ഞാൻ പൊയ്ക്കോളാം. ശരി. എന്താടാ? അമ്മേ, ഋതിക എവിടെ അമ്മേ? അവളിവിടെ ഉണ്ട്. അവളിങ്ങനെ ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തി? എന്താടാ? എന്റെ അമ്മേ, ഞാൻ പുറത്തു വെച്ച് ഋതികയും അവളുടെ അമ്മയും തമ്മിൽ സംസാരിക്കുന്നുണ്ടോ? ഋതികയും അവളുടെ അമ്മയോ? ആ. അതെങ്ങനെ? അല്ല, എന്നിട്ട് ഇത്ര പെട്ടെന്ന് അവളെങ്ങനെ ഇവിടെ എത്തി? വരുന്ന വഴിയില് എന്റെ കാറൊന്ന് ബ്രേക്ക് ഡൗൺ ആയി, അതാ ഞാൻ ലേറ്റ് ആയത്. എന്നിട്ട് അവരൊന്നിച്ച് നിൽക്കുന്ന ഫോട്ടോ വലുതും എടുത്തായിരുന്നോ? ഇല്ലമ്മേ, കിട്ടിയില്ല. പക്ഷെ പത്മാവതിയിൽ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഓക്കേ. ആരെയായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്കത് മനസ്സിലായില്ല. എടാ മോനെ, നീയൊന്ന് പോ, എന്നിട്ട് വേഗം പത്മാവതി എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കേ. അമ്മേ, അവരെവിടേക്കാണ് പോയതെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. എടാ, നീ എന്നെ കൊണ്ടൊന്നും പറയിക്കരുതേ. ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ടും. എടാ നീ പോ, എന്നിട്ട് അവൾ എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിച്ച് അവരുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടേ നീ ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ. ശരി അമ്മേ. ചെല്ലേ. രാജു, ഋതികയുടെ വിവാഹ തീയതി നിശ്ചയിച്ചു. ചേച്ചി പറഞ്ഞ എന്തും ചെയ്യുന്ന ഒരു ജ്യോത്സ്യനുമായി വന്ന് ചേച്ചി മുന്നേ പറഞ്ഞ് അനുസരിപ്പിച്ച പോലെ
ഒരു തീയതിയും പറഞ്ഞിട്ട് പോയി. പ്രതാപേട്ടനും അതിനെതിർത്ത് ഒരു അക്ഷരം മിണ്ടിയില്ല. എന്നാ യമുന മേഡം വിവാഹം നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന മറ്റന്നാൾ. മറ്റന്നാളോ? അതെ, വിവാഹം നടത്താനുള്ള സമ്മതം അംബിക മേഡം വർമ്മ സാറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതല്ലേ മേഡം? ഇനിയിപ്പോ നിന്ന നിമിഷത്തിൽ തന്നെ അംബിക മേഡം ഋതിക മേഡത്തിന്റെയും ദീപകിന്റെയും വിവാഹം നടത്തിയാലും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതെന്താ രാജു നീ അങ്ങനെ പറഞ്ഞേ? നമ്മൾ ഋതുമോളുടെ ജീവിതം ചേച്ചിയുടെയും ദീപകിന്റെയും കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നത് കൈയും കെട്ടി നോക്കി നിൽക്കണമെന്നാണോ രാജു പറയുന്നത്? ഇതിനു മുമ്പ് ഇതേ വിവാഹം നിശ്ചയിച്ചപ്പോ ഞാനും ശേഖരേട്ടനും ഒന്നും മിണ്ടിയില്ല. കാരണം അന്ന് ഋതുമോളുടെ മനസ്സിൽ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല. അവളുടെ മനസ്സിൽ ഒരാളുണ്ട്. മനസ്സിലൊരാളെ പ്രണയിക്കുന്ന പെൺകുട്ടി മറ്റൊരാളെ വിവാഹം കഴിക്കുന്നതും അവള് നരകത്തിലേക്ക് എടുത്തു ചാടുന്നതും ഒരുപോലെയാ രാജു. രാജു, നീ ഋതുമോളുടെ പ്രണയം അംഗീകരിക്കണം, അവളെ സ്വീകരിക്കണം. ഇപ്പൊ ഈ നിമിഷം രാജു ഋതുമോളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോണം. ആരും രാജുവിനെ തടയില്ല. എന്ത് പ്രശ്നം ഉണ്ടായാലും അതിന്റെ ബാക്കി ഞാൻ ഏറ്റെടുത്തോളാം.